അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ അല്ലാഹുവിനെ സംബന്ധിച്ച് പരിചയപ്പെടുത്തിയപ്പോൾ പറഞ്ഞ ചില വാചകങ്ങള് നമ്മളെ വല്ലാതെ ചിന്തിപ്പിക്കേണ്ട വാക്കുകളാണ്. അതിലൊന്ന് അല്ലാഹു ലതീഫും ബിഇബാദിഹി, അല്ലാഹു അവന്റെ അടിമകളോട് കൃപയുള്ളവനാണ്. അടിമ എന്ന് പറയുമ്പം ഈ പറയുന്ന ഞാൻ എന്നെയും നിങ്ങളെയും വേണം വിചാരിക്കാൻ. ഒരു വിഷയം നമ്മൾ പറയുമ്പോൾ നമ്മൾ വേറെ ആരെ പറ്റിയെങ്കിലും ചിന്തിച്ചാൽ അതിന്റെ ഗൗരവം നമുക്ക് കിട്ടൂല. അല്ലാഹു അവന്റെ അടിമകളുടെ കാര്യത്തിൽ ലത്തീഫാണ്. ഏതടിമകൾ? 24 മണിക്കൂർ നേരത്തെ ഒരു ദിവസത്തെ ജീവിതം ഒരുപക്ഷെ നമ്മളൊന്ന് കണക്കെടുത്താൽ അതിൽ മഹാഭൂരിപക്ഷ സമയവും ചിലപ്പോൾ അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത തരത്തിലായിരിക്കും പോകുന്നുണ്ടാവുക. ഇനി കുരുത്തക്കേട് കാണിക്കുന്നില്ലെങ്കിലും നമ്മൾ ചിലപ്പം അധിക സമയവും ഗഫലത്തിലായിരിക്കും. എന്നാലും ആ റബ്ബ അടിമയോട് ലത്തീഫാണ്, കൃപയുള്ളവനാണ്. എപ്പോഴെങ്കിലും ഒരിക്കൽ എന്റെ സ്നേഹം തിരിച്ചറിഞ്ഞ് എന്റെ അടുത്തേക്ക് അവൻ തിരിച്ചു വരും. അതുകൊണ്ട് അള്ളാഹു ലത്തീഫായത്. മറുഭാഗത്ത് അള്ളാഹു പറഞ്ഞു വഹുവ അർഹമുർ റാഹിമീൻ, അടിയാറുകളെ ഞാൻ കരുണ കാണിക്കുന്നവരുടെ കൂട്ടത്തിൽ ഏറ്റവും അധികം കരുണ കാണിക്കുന്നവനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യുദ്ധത്തിന് ശേഷം യുദ്ധക്കളത്തിൽ താമസിക്കുന്ന സമയം സഹാബാക്കൾക്ക് ഒരു കാഴ്ച കാണിച്ചു കൊടുത്തു. ഒരു സ്ത്രീ ആ യുദ്ധത്തിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ എന്തോ പരതുകയാണ്. അവസാനം ആ സ്ത്രീക്ക് അവൾ പരതിയ വസ്തുവിനെ കിട്ടി, കൈക്കുഞ്ഞാൻ. ആ കുഞ്ഞിനെ മാറോട് ചേർത്ത് താലോലിക്കുന്ന കാഴ്ച മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിന് കാണിച്ചു കൊടുത്തു. ചോദിച്ചു, സഹാബാക്കളെ, ഈ ഉമ്മ ഈ കുഞ്ഞിനെ തീയിലേക്കിട്ട് കരിച്ചു കളയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? സഹാബാക്കൾ ഒറ്റ സ്ഥലത്തിൽ പറഞ്ഞു, ഇല്ല നബിയെ, ഇല്ല. അത്ര വാത്സല്യവും അത്ര സ്നേഹവുമാണ് അവരാ പരതലിൽ കണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എങ്കിൽ ആ ഉമ്മ ആ കുഞ്ഞിനോട് കാണിച്ചതിന്റെ 100 മടങ്ങ് റഹ്മത്ത് അല്ലാഹ് അവന്റെ അടിമകളോട് കാണിക്കുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ, അള്ളാഹുവിന്റെ ആ റഹ്മത്ത് കൊണ്ടാണ് നമ്മൾ ഇന്ന് 2 കാലിൽ നടക്കുന്നത്. നമ്മളെ കണ്ണുകൾക്ക് പ്രശ്നങ്ങൾ വരാത്തത്, നമ്മളെ കാതുകൾക്ക് പ്രശ്നങ്ങൾ ഇല്ലാത്തത്, ജീവിതത്തിന്റെ മുന്നോട്ടുള്ള യാത്രകള് തടസ്സങ്ങളില്ലാതെ സുഗമമായി പോകുന്നത് അവൻ അർഹമുർ റഹീമായതുകൊണ്ടാണ്.